ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്നുവടേൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ നല്ല പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ആ ഒരു ഉഴുന്നുവട എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നമ്മൾ ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഇതൊന്നും കൂടെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അരക്കുന്ന ടൈമിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. തീരെ വെള്ളം ചേർക്കാതെ നമുക്കിത് അരക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ അധികം വെള്ളം ചേർക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. അതായത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടെ. ഒരു 1-2 മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ അത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വലിയ പച്ചമുളക് അതും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് ഒരു നുള്ള് കായപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അപ്പോൾ എണ്ണ ചൂടായിക്കണമെന്നൊന്ന് കുറച്ച് മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ നല്ല ചൂടായി എന്ന് അർത്ഥം. അപ്പോൾ ഇനി ഇതൊന്ന് ഉഴുന്നോടെ റെഡിയാക്കാനായിട്ട് നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഈ മാവിൽ നിന്നും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഹോൾസാക്കി എടുത്തിട്ട് കൈവെള്ളയിലിട്ടിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നടുവിൽ ഇങ്ങനെ ഒരു ഹോളാക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞൊന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ നമ്മളെ ഉഴുന്നുവട ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഏകദേശം ഇവിടെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ കയ്യിൽ ഒന്ന് വെള്ളമാക്കിയിട്ട് ഇതുപോലെ തന്നെ കയ്യിലിട്ടിട്ട് ഒന്ന് ഹോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്നുവട നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഉള്ള നല്ല ഒരു ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവട ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.